ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടിയുടെ ഭാഗമായി ഏപ്രിൽ മാസത്തോടെ ആദ്യ പദ്ധതിയുടെ ശിലാസ്ഥാപനം നടത്താനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മന്ത്രി പി രാജീവ്. നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇൻവെസ്റ്റ് കേരള ഉച്ചകോടിയുടെ തുടർപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്നും മന്ത്രി അറിയിച്ചു. അതിനുശേഷം മുഹമ്മദ് ഉൾപ്പെടെ 1,65,000 IT കൂടുമ്പോൾ 1,70,000 വരുന്ന EOEകൾ സർക്കാരിന് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഇന്നലെ ബഹുമാനായ മുഖ്യമന്ത്രി CIA, ഫിക്കി, KSSIA, ടായ് ഇങ്ങനെയുള്ള സംഘടനകളുമായിട്ട് തുടർ പ്രവർത്തനങ്ങൾ ഇന്നലെ തന്നെ രാത്രി അവരുമായിട്ടുള്ള ആശയവിനിമയം നടത്തുകയുണ്ടായി. അടുത്തത് 14-ാം തീയതി കേരളത്തിലെ കോൺഗ്രസിന് സംസ്ഥാന വിരുദ്ധ നിലപാടാണെന്നും മന്ത്രി KN ബാലഗോപാൽ സഭയിൽ പറഞ്ഞു. ബുദ്ധിമുട്ടാണ്. എന്തായാലും സംസ്ഥാനത്ത് ഇങ്ങനൊരു നിലപാട് പ്രതിപക്ഷം എടുക്കാൻ പാടില്ല എന്ന് നമ്മൾ എപ്പോഴും പറയുന്നതാണ്. സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾ ഒരുമിച്ച് നിന്ന് നമ്മൾ ചോദിക്കണം. ചില മേഖലകളിൽ അവരത് ചോദിക്കാനായിട്ട് സഹകരിച്ചിട്ടുണ്ട്, പക്ഷെ എപ്പോഴും അത് ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് കേരളത്തിനകത്ത് അത് ചെയ്യുന്നേ ഇല്ല. ഏത് കാര്യത്തിലും കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാട്, കേരളത്തിന് പുറത്തുള്ള കോൺഗ്രസ് നേതൃത്വം നമ്മളുമായി ചേർന്ന് ഇത്തരം കാര്യങ്ങൾ പലപ്പോഴും സംസാരിക്കുകയും ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ പാർലമെന്റിലും അതുപോലെ തന്നെ GST കൗൺസിലും അല്ല ഇക്കാര്യം ഉന്നയിക്കുമ്പോൾ കേരളത്തിനകത്ത് വരുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം അങ്ങനെ ചെയ്യുന്നില്ല എന്നുള്ള വിഷമം നമുക്കുണ്ട്.